അനേക ദേഹനിലയം എന്ന് നമ്മൾ ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിന്റെ ധ്യാനത്തിൽ ചൊല്ലും അല്ലെ. അനേക ദേഹനിലയം, ഈ കാണുന്ന പുല്ലിലും ഉറുമ്പിലും അങ്ങ് ബ്രഹ്മാവ് വരെയുള്ള സകലതിലും ആരുണ്ട്? അവിടുന്ന് മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ. അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനിലും ആരാണ് നിൽക്കുന്നത്? നീയാണ്. ആ കല്ലിനടിയിൽ വസിക്കുന്ന കുഞ്ഞു ജീവി മുതൽ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന അവിടുന്നാണ് സത്യവസ്തു എന്ന് ഞങ്ങൾക്ക് നിരന്തരം ബോധ്യം വരണം. ഇടയ്ക്കിടയ്ക്കല്ല, എപ്പോഴും ഉണ്ടാകണം അല്ലേ. എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കണം. അങ്ങനെ വിവേചനമുണ്ടായ ആള് ഈ സത്യവസ്തുവിനെ തേടാൻ തുടങ്ങും. ആ സത്യവസ്തു എന്താണെന്ന് അറിയാൻ അന്വേഷണം തുടങ്ങും. അതാണ് സത്യാന്വേഷണം എന്ന് പറയുന്നത്. അങ്ങനെ സത്യാന്വേഷണത്തിന് പുറപ്പെടുന്ന ആള് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യണം. നമ്മളിപ്പോൾ എന്നും രാവിലെ 4:30 ആകുമ്പോൾ എഴുന്നേറ്റ് എല്ലാവരും കൂടി ഇരുന്നൊരു പ്രാർത്ഥനയൊക്കെ നടത്തും. ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ആ 4:30 തൊട്ട് 6 മണി വരെയുള്ള സമയത്ത് ഗൂഗിൾ മീറ്റിലൂടെ കൂടും. അങ്ങനെ കൂടുന്ന കുറേ പേരുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരും ഒന്ന് കാണുക എന്ന് പറയുന്നത് തന്നെ സന്തോഷം. എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറയുക എന്ന് പറയുന്നത് സന്തോഷം. എൻ്റെ മോള് പ്രസവിക്കാൻ കയറിയൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന അമ്മയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അല്ലേ. ഇന്നലത്തെ മത്സരത്തിൽ ജയിച്ച് എൻ്റെ മോള്, അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥന സബലീകരിച്ചതിന് നന്ദി പറയുന്നവരുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഒരു 5 മിനിറ്റ് എല്ലാവരും കൂടി തന്നെ സംസാരിച്ചിട്ട് പിന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കും. എന്താണ്? നിത്യം ഭവചരണ സേവനം എൻ്റെ സർവകൃത്യങ്ങളിൽ പ്രഥമമായിട്ട് വരണം. നമ്മളെ പഠിപ്പിച്ചു ബോധാനന്ദ സ്വാമികൾ അല്ലേ. എല്ലാ ദിവസവും എഴുന്നേറ്റ് ഉടനെ തന്നെ മൊബൈൽ ഫോൺ എടുക്കാതെ, മൊബൈൽ ഫോൺ എടുക്കുന്നത് എന്തിനു വേണ്ടിയാകണം? നിത്യം ഭവചരണ സേവനത്തിന് വേണ്ടിയാകണം അല്ലേ. അങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യും. അപ്പം അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഈ സാധന എന്ന പേര്, അതിൻ്റെ പേര് സാധന എന്നാണ്. പക്ഷേ ആ സാധനയിൽ അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് പോരും. ആദ്യം ഇച്ചിരി പ്രാർത്ഥനയായിരുന്നു. 5:15 ഒരു പ്രാർത്ഥന തുടങ്ങി. കുറച്ചു നേരം പ്രാർത്ഥിക്കും. അതിന് കുറച്ച് ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. അങ്ങനെ പോയി ഇപ്പം 4:30 എത്തിയിരിക്കുക. ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ 4 മണിയാകുമെന്ന് എനിക്ക് അറിഞ്ഞുവിടാം. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കുറേ സ്റ്റെപ്പുകൾ നമ്മൾ വെക്കുക. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ സത്യാന്വേഷണത്തിന് ഇറങ്ങുന്നവർ ശമം, ദമം, ഉപരതി, തിദിക്ഷ തുടങ്ങി 6 സാധനകളെ തീക്ഷ്ണമായിട്ട് അനുഷ്ഠിക്കണം. അങ്ങനെ അനുഷ്ഠിച്ചിട്ട് ചെല്ലുന്ന ഒരാൾ ഒരു ഗുരുസന്നിധിയിൽ ചെല്ലണം. അങ്ങനെ ഇതെല്ലാ സാധനങ്ങളും അനുഷ്ഠിച്ച് ചെല്ലുന്ന ഒരാൾ എന്തു ചെയ്യണം? ബ്രഹ്മസത്യത്തെ അന്വേഷിച്ച് പോകുന്ന ശിഷ്യൻ ഒരു ഗുരുവിനെ കണ്ടെത്തി ഓടിച്ചെന്ന് ചോദ്യം ചോദിക്കരുത്. മറിച്ച് എന്തു ചെയ്യണം? ഗുരുവിനെ പ്രണാമങ്ങൾ കൊണ്ടും സേവ കൊണ്ടും പ്രസന്നനാക്കണം. ഓടിച്ചെന്ന് ചോദിക്കുകയല്ല. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും നമുക്ക് സമയമില്ല അല്ലേ. നമ്മളിപ്പോൾ ആധുനിക യുഗത്തിലല്ലേ താമസിക്കുന്നത്. വാട്സപ്പിൽ മെസ്സേജ് ഇട്ട സന്തോഷം എന്നായിരിക്കും നമ്മൾ ഗുരുവിന് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ മഹാഗുരു തന്നെ പറയുകയാണ്, എന്ത് ചെയ്യണം? പ്രസന്നനാക്കണം. എന്നിട്ട് 2 ചോദ്യം ചോദിക്കണം. എന്താ ചോദ്യം? ഞാൻ എവിടെ നിന്ന് വന്നു? അഹം കഹ ഇതം ജഗത് കുതഹ, ഈ ജഗത്ത് എവിടെ നിന്ന് വന്നു? 2 ചോദ്യം കേട്ടോ എല്ലാവരും? ധ്യാനത്തിലോട്ട് ആരും പോയില്ലല്ലോ. 2 ചോദ്യങ്ങൾ കേട്ടപ്പോൾ 2 ചോദ്യമാണ്. ഞാൻ എവിടെ നിന്ന് വന്നു? ഈ ജഗത്ത് എവിടെ നിന്നുണ്ടായി? അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്നെക്കുറിച്ചാണ് അല്ലേ. ഞാൻ ആരാണെന്ന്, നീ ആരാണെന്ന് നിനക്കറിയപ്പില്ലെങ്കിൽ പിന്നെ ആരോടാണ് ഞാൻ ചോദിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് അല്ലേ. നീ ആരാണെന്ന് നിനക്കറിയില്ല, പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? ആ ചോദ്യം നമ്മളോടാണ് ചോദിക്കുന്നത്. ഞാൻ ആരാണ്? ഞാൻ ആര് എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെയുണ്ട്. ആരുടെയാ? രമണ മഹർഷിയുടെ അല്ലേ. ഞാൻ ആര്? ആ ഞാൻ ആരെന്നുള്ള ചോദ്യം നമ്മളോട് ചോദിക്കുക. ഈ ഞാൻ ആരാണെന്ന് അന്വേഷിച്ച് പോകുമ്പോൾ അങ്ങ് ബെൻസാലിൻ്റെ വൈഫാണെന്നോ അല്ലേ, അങ്ങ് വടകരയിൽ ചന്ദ്രൻ്റെ മകളാണെന്നോ ഒന്നും ആയിരിക്കുകയല്ല ഉത്തരം കിട്ടുന്നത്. അതിന് അപ്പുറത്തേക്ക് ഒരു ഉത്തരത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകേണ്ടത്. അതിനാരനുഗ്രഹിക്കണം? ഗുരു അനുഗ്രഹിക്കണം അല്ലേ. ഞാൻ ആര്? ഈ ചോദ്യം എൻ്റെ അസ്തിത്വത്തെ പറ്റിയുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി കിട്ടാൻ നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് ആത്മവിദ്യയാണ്. എന്താണ്? ആത്മവിദ്യ. ആത്മോപദേശ ശതകത്തിൽ നമ്മൾ പരയും പരാവിദ്യ അപരാവിദ്യ എന്നൊക്കെ കാണുന്നുണ്ട് അല്ലേ. അതിനകത്ത് പരാവിദ്യയാണ് എന്ത്? ഞാൻ ആര് എന്നുള്ള ചോദ്യം. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? ഈ ജഗത്ത് എവിടെ നിന്നുണ്ടായി? ഈ കാണുന്ന പ്രപഞ്ചം എന്ന് വെച്ചാൽ തന്നെ പഞ്ചഭൂതങ്ങളാൽ സംഘാതമാണ്. പഞ്ചഭൂതങ്ങളാണ് പ്രപഞ്ചം, ഈ കാണുന്ന ഭൗതികമായതെല്ലാം. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചോദ്യം എന്താണ്? ആത്മീയതയാണോ ഭൗതികതയാണോ? ഏതായിരിക്കും? ആത്മീയത ഞാൻ ആര്? പ്രപഞ്ചത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ
ഭൂതത്തെക്കുറിച്ചാണ്. അപ്പം എന്താണ്? ഭൗതികതയാണ്. അപ്പം ഗുരു നമ്മളിവിടെ എന്താ പഠിപ്പിക്കുന്നത്? ആത്മീയ വിദ്യയെയും അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യയെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് അവിടുന്ന് ഇവിടെ സംസ്ഥാപനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്? പരാവിദ്യയിലും അപരാവിദ്യയിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഭഗവാൻ ആകപ്പാടെ പറഞ്ഞത് വിദ്യാഭ്യാസം എന്നാണ്, അല്ലേ? ഒന്നാമത്തെ ലക്ഷ്യം വിദ്യാഭ്യാസം എന്നാണ് പറഞ്ഞത്. അതിന് ഇത്രയും കൺഫ്യൂഷൻ ആക്കണോ എന്നാരും ചോദിക്കുന്നില്ലല്ലോ അല്ലേ എന്നോട്. അപ്പം നോക്കൂ, രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് നമുക്ക് ആത്മീയതയും അതോടൊപ്പം തന്നെ ഭൗതികതയും. രണ്ടും വേണം. ഭൗതികതയില്ലാതെ നമുക്ക് ആത്മീയതയും ഇല്ല, ആത്മീയതയില്ലാതെ നമുക്ക് ഭൗതികതയിലും വിജയിക്കാൻ പറ്റിയില്ല. ഈശ്വരനെ അറിയാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റിയല്ല, അല്ലേ? എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ചെയ്യേണ്ട കർമ്മമൊക്കെ ചെയ്തേ പോകാൻ പറ്റുള്ളൂ. ഞാനൊരു ഭാര്യയാണെങ്കിൽ ഭാര്യ ഒരു വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. ഒരമ്മയാണെങ്കിൽ അമ്മ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ ചെയ്യണം, അല്ലേ? ഭർത്താവാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്യണ്ടേ? അപ്പോൾ ഈ ഭൗതികതയിൽ ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്യണം. ഒപ്പം തന്നെ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയേണ്ടതിനെ അറിയാനും ശ്രമിക്കണം. അപ്പോൾ ഭഗവാൻ ഈ രണ്ട് വിദ്യകളെയും ചേർത്തിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ് നമുക്ക് നൽകിയത്. നമ്മളൊന്ന് ഓർത്ത് നോക്കണം. 1903 കഴിഞ്ഞ് 4 ശിവഗിരി കുന്നിനെ കെട്ടിപ്പടുക്കുമ്പോൾ, ശിവഗിരി മഠത്തിനെ കെട്ടിപ്പടുക്കുമ്പോൾ തന്നെ അതൊന്നും ഒരു ചെറിയ പർണശാല കെട്ടിയപ്പോൾ തന്നെ ഭഗവാൻ ഒരു ഓഫീസും കൂടി തുടങ്ങി. 1904 ആയപ്പോൾ തന്നെ ഒരു ചെറിയ ഓഫീസ്. 1905 സ്വാമി തൃപ്പാദങ്ങൾ അവിടെ നിശാ പാഠശാലകൾ തുടങ്ങി. എന്തിനാ? ഈ അറിവില്ലാത്ത മനുഷ്യരെ അറിവിലേക്ക് ഉണർത്താൻ. എന്തുകൊണ്ടാണ് മനുഷ്യൻ അടിമത്തത്തിലേക്ക് പോയത്? എന്തുകൊണ്ടാണ് പോയത്? നമ്മളെ ഒരാൾക്ക് പറ്റിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാണ് പറ്റിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ് പറ്റിക്കപ്പെടുന്നത്? നമുക്ക് ആ കാര്യത്തിൽ വേണ്ടത്ര അറിവില്ല. മക്കൾ ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മളെ പറ്റിക്കും, അല്ലേ? അപ്പം നമുക്ക് ആ ഫോണിനെക്കുറിച്ച് കൃത്യമായിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് അറിവില്ല എങ്കിൽ അവർ ഗെയിം കളിക്കും. ഒരു ക്ലാസ്സിലാന്ന് പറയും, ഗെയിം കളിക്കും, അല്ലേ? പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ നമ്മളെ അവർക്ക് പറ്റിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നോക്കൂ, എന്തൊരു കാര്യത്തിലും അടിമത്തം സംഭവിച്ചത് നമുക്ക് വേണ്ടത്ര അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷെ നമ്മൾ അത്ര അറിവില്ലാത്തവരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ആയിരുന്നോ? ഒന്ന് ഓർത്ത് നോക്കണം. സ്വാമി തൃപ്പാദങ്ങൾ തിരുവവതാരം ചെയ്തത് ചെമ്പഴന്തിയിൽ. അച്ഛനാകാൻ ഭാഗ്യം സിദ്ധിച്ച പരമഭാഗ്യവാനായ പുരുഷൻ്റെ പേര് ആരായിരുന്നു? ആശാനുണ്ട്, വാല്, അല്ലേ? ആശാൻ എന്നൊരു വാലുണ്ട്. അമ്മാവന്മാരാരായിരുന്നു? രാമനും കൃഷ്ണനും. അല്ല, വാലുണ്ട്. രാമൻ വൈദ്യനും കൃഷ്ണൻ വൈദ്യനും. അപ്പം 2 വാലുകളെ നമുക്കുണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെ 2 വാലുകൾ? ആശാനെന്നും വൈദ്യനെന്നും. ആശാനാകണമെങ്കിലും വൈദ്യനാകണമെങ്കിലും എന്ത് വേണം? നമ്മുടെ വൈദ്യഗ്രന്ഥങ്ങളെല്ലാം ഏത് ഭാഷയിലുള്ളതാ? സംസ്കൃതത്തിലുള്ളതാ. അപ്പോൾ അറിവുണ്ടാകണമെങ്കിൽ എന്ത് വേണം? അല്ലേ? വൈദ്യം പഠിക്കണമെങ്കിൽ എന്ത് വേണം? സംസ്കൃതത്തിൽ നല്ല അറിവ് വേണ്ടേ? വേണം. അതോടൊപ്പം തന്നെ ആശാനാകണമെങ്കിൽ എന്ത് വേണം? അറിവ് പറഞ്ഞു കൊടുക്കുന്നത് ഇന്നത്തെ പോലെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി സുവോളജിയും ഒന്നും അല്ലേ? വൈദ്യം പഠിപ്പിക്കും, ഗണിതം പഠിപ്പിക്കും, അതുപോലെ തന്നെ സംസ്കൃത ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കും. അതാണ് രഘുവംശവും, അല്ലേ? കാളിദാസൻ്റെ കൃതികളൊക്കെയാണ് അന്നത്തെ കാലത്ത് പഠിക്കുന്നത്. മാഘം, നൈഷധം, അതൊക്കെ നമ്മൾ പഠിക്കുന്നത്. അതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? സംസ്കൃതത്തിലൊക്കെ അറിവ് വേണം. പക്ഷെ ഒരു കാലഘട്ടം വന്നപ്പോൾ കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞു, ഇതൊന്നും കേൾക്കാൻ പാടില്ല, അല്ലേ? ഈയം ഉരുക്കി ഒഴിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. അവിടെ എന്ത് പറ്റി? അറിവ് കുറഞ്ഞു വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അടിമത്തം ഉണ്ടായി, അല്ലേ? അത് നമ്മുടെ ഒരു നമുക്കങ്ങനെ പറയാനും പറ്റത്തില്ല. കാരണം നമ്മുടെ വിഭാഗത്തിൽ നെയ്ത്തുകാരുണ്ടായിരുന്നു, അതുപോലെ ആശാന്മാരുണ്ടായിരുന്നു, വൈദ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ അതിലും താഴേക്ക് വർഗീകരിച്ച് വെച്ചിരുന്നവർക്ക് ഇതൊക്കെ നിഷേധിക്കപ്പെട്ടപ്പോഴാണ് അവരെന്തിലേക്ക് പോയത്? അടിമത്തത്തിലേക്ക് പോയത്. അപ്പം ഈ അടിമത്തം മാറണമെങ്കിൽ എന്തിലേക്ക് വരണം? അറിവിലേക്ക് വരണം, അല്ലേ? അറിവിലേക്ക് വരാൻ പാവങ്ങൾക്ക് പറ്റുമോ? അവർക്ക് രാവിലെ മുതൽ പാടത്തും പറമ്പിലും പണിയെടുത്താലേ വൈകിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അതും ഇന്നത്തെ പോലെ സമൃദ്ധമായിട്ട് കഴിക്കാൻ പറ്റില്ല, അല്ലേ? അങ്ങനെയുള്ളവരെ കരുതി ഭഗവാൻ എന്ത് ചെയ്തു? അവരെ വിളിച്ചു കൂട്ടി വൈകുന്നേരങ്ങളിൽ
അവർക്ക് പഠിക്കാനായിട്ട് ഒരു നിശാ പാഠശാല തുടങ്ങി.